പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവയാനി നയനെ കൂട്ടി തിരികെ വന്നതിന് ശേഷം ആദർശിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. താൻ അത്രയും പോയി വിളിച്ചിട്ടും തന്റെ കൂടെ വരാത്ത നയന എന്തുകൊണ്ടാണ് അമ്മ പോയി വിളിച്ചപ്പോ വന്നേ എന്നൊക്കെ വല്ലാത്ത സംശയം ആദർശിന്റെ മനസ്സിലുണ്ടായിരിക്കും. അമ്മ അവിടെ പോയി എന്ത് വിദ്യ കാണിച്ചാ നയനയുടെ അച്ഛനെയും അമ്മയെയും കയ്യിലാക്കിയതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഉറപ്പായിട്ടും എന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അക്കാര്യത്തില് ഒരു സംശയവുമില്ല. ഇവരെന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നയന. എന്തൊക്കെ വന്നാലും ആ സത്യം കണ്ടെത്തിയിരിക്കണം എന്ന് ആദർശ് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ എത്തുന്ന സമയത്ത് ഗോവിന്ദനും കനകയും ആദർശിനെ കാണുമ്പോഴേക്കും വലിയ സ്നേഹത്തോടു കൂടി ചെല്ലുന്നുണ്ട്. ആ മോനെ, മോൻ വാ, മോന് ഞാൻ ചായ എടുക്കാം. ഇപ്പൊ ചായയൊന്നും വേണ്ട. അമ്മ വന്നിരുന്നില്ലേ നയനെ കൊണ്ടുവരാനായിട്ട്? ആ, ദേവയാനി ചേച്ചി വന്നിരുന്നു. നയനെ പറഞ്ഞയച്ചല്ലോ. അല്ല, എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ. ഇനി നയനയെ അമ്മ സ്നേഹിച്ചാലേ അങ്ങോട്ട് വിടൂ എന്നൊക്കെ. എന്നിട്ട് പെട്ടെന്ന് എന്തു പറ്റി? അമ്മയ്ക്ക് നയനയോട് സ്നേഹം തോന്നി തുടങ്ങിയോ? അതറിഞ്ഞിട്ടാണോ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അയ്യോ, അങ്ങനെയല്ല ആദർശ് മോനെ, ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. 7 മാസത്തെ ചടങ്ങിന് അങ്ങോട്ട് വന്നപ്പോൾ നയന മോളോട് മോശമായിട്ട് പെരുമാറിയതൊക്കെ കണ്ടപ്പോൾ സഹിക്കാനാവാതെയാ നയന മോളെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇനി ഒരിക്കലും അങ്ങോട്ട് വിടില്ലെന്നും കരുതിയതാ. പക്ഷേ ആദർശമോന്റെ അമ്മ വന്ന് വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശമോനൊക്കെ വലിയ സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിട്ടയക്കാതിരിക്കാൻ പറ്റിയില്ല. ഇത് കേട്ടപ്പോൾ മോൾക്കും വലിയ സങ്കടം. അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞയച്ചത്. ഇനി എന്തായാലും ആദർശമോന്റെ അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതെന്താ ഇത്ര വലിയ ഉറപ്പ്? അല്ല, ഇങ്ങനെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയതല്ലേ, ഇനി അങ്ങനെ പ്രതീക്ഷിക്കാം. എന്നാലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്താ ആദർശ് മോനെ, ഞങ്ങൾ എന്ത് മറച്ചു വെക്കാനാ? ഒന്നുമില്ല. മോൻ എന്തായാലും വന്നിരിക്കുക, ചായ എടുക്കാം. വേണ്ട, ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങട്ടെ, പിന്നെ വരാം എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, കനകെ, ആദർശ് മോൻ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. സംശയം വരാതിരിക്കോ ഗോവിന്ദേട്ടാ? അങ്ങനെയല്ലേ നമ്മൾ ആദർശ് ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞത്, ഇനി ഒരിക്കലും അങ്ങോട്ട് വിടില്ലെന്നൊക്കെ. എന്നാ നടന്നതൊന്നും ആദർശിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മുടെ മോളെ അമ്മായിയമ്മ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതേ ഈ പോയ ആദർശ് മോൻ തന്നെയാ. ഇനി എന്തിനാന്നാവോ ഇതിങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുപോകുന്നത്? എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. ദേവയാനി ചേച്ചിയുടെ പിടിവാശിയാ അതിന് കൂട്ടി നിൽക്കുന്നതേ നയന മോളും. എല്ലാവരോടും തുറന്നു പറഞ്ഞാല് പിന്നെ അവിടെ ഒരു സ്വർഗമായിരിക്കും, അല്ലേ ഗോവിന്ദേട്ടാ? അതെ അതെ, നയനമോളെ ഓർത്ത് എനിക്കിപ്പോൾ ഒരു ടെൻഷനുമില്ല. എന്നാ നമ്മുടെ നവ്യമോളെ ഓർത്താ എനിക്കിപ്പോൾ സങ്കടം. ആ അബിയുടെ സ്വഭാവവും അവൻ്റെ അമ്മയുടെ സ്വഭാവവും ഇനി എന്നാ ഒന്ന് മാറുക? അവരെ പോലെയൊന്നുമല്ല അബിയുടെ അമ്മ. ദേവയാനി ചേച്ചിയുടെ 7 അയലത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല ആ ജലജയെ. അത്രയും ഗതികെട്ട സ്വഭാവാ. എന്തായാലും നമ്മുടെ മോളുടെ വിധി, അല്ലാതെ എന്തു പറയാനാ? ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കേണ്ട സമയമല്ല. എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലേ ഒരു കുഞ്ഞു പിറക്കാൻ പോവാ. ആ കുഞ്ഞിൻ്റെ വരവോടുകൂടി ചിലപ്പോൾ എല്ലാം മാറി മറിയും. അബിക്ക് അവളോട് നല്ല സ്നേഹം തോന്നി തുടങ്ങും എന്ന് തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത്. നമ്മളെ അങ്ങനെ ദൈവം കൈവിടില്ല ഗോവിന്ദേട്ടാ. നമ്മുടെ മക്കളൊക്കെ അത്രയും നല്ല കുട്ടികളാ. അതുകൊണ്ട് അവർക്ക് നല്ലതേ വരൂ എന്നൊക്കെ കനക പറയുന്നു. പിന്നീടായിട്ട് ആദർശിൻ്റെ മനസ്സിൽ ഇതൊക്കെ തന്നെയായിരിക്കും. എന്താ നടന്നത്? ഇനിയിപ്പോൾ അമ്മയും നയനയും കൂടെ എന്നെ പൊട്ടനാക്കുവാണോ എന്നൊക്കെ ഒരു സംശയം ആദർശിൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടായിരിക്കും. ആദർശ് അങ്ങനെ എന്തായാലും ഇനി അവരെ ഒന്ന് വാച്ച് ചെയ്യണം. അവർ തമ്മിലുള്ള സംസാരമൊക്കെ ഒന്ന് മാറി നിന്ന് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയും സംസാരിക്കുവാണ്. ആദർശേട്ടന് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ദേഷ്യം ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാ ഞാൻ പറയൂ. അമ്മ ഇപ്പോൾ പണ്ടത്തതിലും ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നിന്നോടായാലും വലിയ ദേഷ്യത്തിനും വഴക്കിനൊന്നും അമ്മ വരുന്നില്ല. ആ അമ്മയെ കൊണ്ട് നീ എന്തിനാ വീണ്ടും നിന്റെ കാല് പിടിപ്പിക്കാനായിട്ട് അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആദിശേട്ടാ, അത് ഞാനല്ലല്ലോ, അത് എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞതല്ലേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ അങ്ങോട്ട് പോയി. ഞങ്ങളെല്ലാവരും സമ്മതിച്ചിട്ട് തന്നെയാ നീ അങ്ങോട്ട് പോയത്. അവിടെ 2 ദിവസം നിന്ന് നിനക്കിങ്ങ് വരായിരുന്നില്ലേ? 4 പേരെ അറിയുന്ന ഒരു ഡിസൈനർ ആയപ്പോൾ നിനക്ക് കുറച്ച് ജാടയൊക്കെ കൂടിയിട്ടുണ്ട് അല്ലേ? ആദിശേട്ടൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ?
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ആദർശേട്ടൻ മനസ്സിലാക്കിയിട്ടുള്ളത്? നിന്റെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. എന്തായാലും ഇനിയെങ്കിലും അമ്മയെ മനസ്സിലാക്കി നീ മുന്നോട്ട് പോ. നീയായിട്ട് എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഇത്ര നാളും ഞാൻ നിന്നെയാ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നത്. എന്നാ ഇപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നാ. നീ ചെയ്യുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ആദർശ് കിടക്കുന്നുണ്ട്. നയനയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരിക്കില്ല. ഞാൻ ഇത്രയും വലിയ തെറ്റാണോ ചെയ്തേ എന്നൊക്കെ ഓർത്ത് വലിയ സങ്കടത്തിലാണ് നയന കിടക്കുന്നത്. ഉറക്കം വരാതെ നയന പുറത്തോട്ട് വരുന്നു. കുറച്ചു നേരം അവിടെ ഇരിക്കുവാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നുണ്ട്. എന്താ മോൾ എന്താ ഉറങ്ങാതിരിക്കുന്നേ? ഉറക്കം വന്നില്ലമ്മേ, അതുകൊണ്ടാ. എന്താ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എൻ്റെ മോൾ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നേ? അമ്മേ, ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കുന്നില്ല. ആദർശേട്ടന് എന്നോട് എന്തൊക്കെയോ ദേഷ്യം പോലെ. അമ്മയെ ഞാൻ എൻ്റെ കാല് പിടിപ്പിക്കാനായിട്ടാ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തരുതെന്നൊക്കെയാ ആദർശേട്ടൻ പറയുന്നേ. ആദർശിൻ്റെ കാര്യം നിനക്കറിയുന്നതല്ലേ. അവന് മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല പറയുന്നുണ്ടായിരിക്കുക. വെറുതെ നീ സങ്കടപ്പെടണ്ട. പിന്നെ എന്തായാലും നമ്മൾ ഈ സത്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുമ്പോൾ മോളോട് ദേഷ്യമൊന്നും കാണില്ല. അതുവരെയല്ലേ ഉള്ളൂ ഈ ദേഷ്യം പരിഭവമൊക്കെ. നമ്മളിപ്പോൾ അമ്മയും മോളെ പോലെ ഒന്നിച്ചു എന്ന് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതേ എൻ്റെ മോൻ തന്നെയായിരിക്കും. എൻ്റെ ജയേട്ടന് ഒരു പെൺകുഞ്ഞ് വേണമെന്ന് എപ്പോഴും പറയും. അതുമാത്രമല്ല, ആദർശന് കുറച്ച് വിവരം വെച്ച സമയത്ത് അവനും ചോദിക്കാറുണ്ട്, അമ്മേ എനിക്കൊരു കുഞ്ഞ് അനിയത്തി വേണമെന്ന്. എന്നാ ഞാനാ ഒക്കെ വേണ്ട എന്ന് വെച്ച് എല്ലാം മാറ്റി വെച്ചത്. എൻ്റെ മനസ്സൊന്ന് വേദനിച്ചാലോ അവൻ്റെ മനസ്സൊന്ന് വേദനിച്ചാലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് താങ്ങാനാവില്ല. എൻ്റെ സങ്കടം കണ്ടിട്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറഞ്ഞത്. മോളെ, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എനിക്ക് സങ്കടമില്ല. ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കാതിരുന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാ ആദർശ് നയനയെ കാണാത്തത് കൊണ്ട് റൂമിന് വെളിയിലോട്ട് വരുന്നുണ്ട്. മോള് സങ്കടപ്പെടാതിരിക്കുക എന്നും പറഞ്ഞ് ദേവയാനി നയനെ ഇങ്ങനെ തോളിലോട്ട് ചായ്ക്കുകയാണ്. എന്നാ ഇത് കണ്ടുകൊണ്ടാണ് ആദർശ് വരുന്നത്. ആദർശ് കണ്ട് ഒന്ന് ഞെട്ടുന്നുണ്ട്. സംസാരമൊന്നും ആദർശ് കേൾക്കുന്നുണ്ടായിരിക്കില്ല. മോളെ നയനെ, ഒരമ്മായിയമ്മയ്ക്ക് ഒരു മരുമകളും നീ ചെയ്ത ത്യാഗം ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീയാ എൻ്റെ ജീവൻ രക്ഷിച്ചെന്ന് അറിഞ്ഞ മുതൽ ഞാൻ നിന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കാണുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ആദർശിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കരടുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാം. മോൾക്കിനി അതിൻ്റെ പേരിലൊരു സങ്കടമൊന്നും വേണ്ട. അപ്പോൾ അമ്മയും നയനയും ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നു. രണ്ടുപേരും പരസ്പരം എൻ്റെ മുൻപിൽ നാടകം കളിക്കുമായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ നല്ല സ്നേഹത്തിലാ. എന്നാ എന്തിനാ എന്നെ ഇങ്ങനെ പൊട്ടനാക്കുന്നേ? ആദർശ് അങ്ങനെ അവിടെ നിന്ന് പോയി കിടക്കുവാണ്. അമ്മ എന്തായാലും അവളാ ലിവർ തന്നെ എന്ന് അറിഞ്ഞു. അതുകൊണ്ടാ അമ്മ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ തന്നെയാ. പക്ഷേ ഈ നയന തന്നെയാ എന്നോട് പറഞ്ഞത് അമ്മയോട് ഇക്കാര്യം പറയണ്ട എന്ന്. അതുകൊണ്ട് മാത്രം അമ്മയിൽ നിന്ന് ഞാൻ എല്ലാം മറച്ചു വെച്ചത്. പലതവണ അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയാമെന്നും ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ വേണ്ട എന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നതേ അവളാ. എന്നിട്ട് ഇപ്പോൾ അമ്മയും അവളും ഒന്ന് ചേർന്ന് ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ദേഷ്യത്തിലിരിക്കുക.